ചാണക്യവിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ബുദ്ധിമാനും തന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിലൂടെ മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളെയും കീറിമുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ധനസമ്പാദനവും അത് നിലനിർത്തുന്ന രീതിയുമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും പണമില്ലാത്തവന് ലോകത്ത് സ്ഥാനമില്ല എന്നത് ഒരു കൈപ്പേറിയ സത്യമാണ്. നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവരോടുപോലും, അത് നമ്മുടെ സ്വന്തം രക്തബന്ധത്തിലുള്ള ബന്ധുക്കളാണെങ്കിൽ പോലും, പണത്തിന്റെ കാര്യത്തിൽ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് ആചാര്യൻ നിർബന്ധം പിടിക്കുന്നു. പണം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട അതീവ രഹസ്യമായ ആ 7 തത്വങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, സാമ്പത്തിക തകർച്ചയുടെ രഹസ്യം. ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക തകർച്ച നേരിട്ടാൽ അതൊരിക്കലും നിങ്ങളുടെ ബന്ധുക്കളോട് പങ്കുവയ്ക്കരുത് എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ ആളുകൾ പുറമേ സഹതാപം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ അവർ സന്തോഷിക്കാനാണ് സാധ്യത. നിങ്ങൾ സാമ്പത്തികമായി തകർന്നു എന്നറിയുന്ന നിമിഷം മുതൽ സമൂഹത്തിന് നിങ്ങളോടുള്ള ബഹുമാനം കുറയും. സഹായിക്കാൻ കഴിവുള്ളവർ പോലും നിങ്ങൾ പണം തിരിച്ചു നൽകില്ല എന്ന ഭയത്താൽ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കും. സഹായത്തിന് പകരം പരിഹാസമായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് തിരികെ ലഭിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ബലഹീനത മറ്റുള്ളവർക്ക് നിങ്ങളെ തളർത്താനുള്ള ഒരു ആയുധമായി മാറും. തകർച്ചയുടെ സമയത്ത് മാനസികമായി നിങ്ങളെ തകർക്കാൻ ബന്ധുക്കളുടെ വാക്കുകൾ കാരണമായേക്കാം. സാമ്പത്തിക അടിത്തറ തകർന്ന ഒരാളെ ആരും ഗൗരവമായി കാണില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ലോകമറിയുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. നിശബ്ദനായിരുന്ന് ആ തകർച്ചയെ അതിജീവിക്കാനുള്ള കഠിനാധ്വാനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്വന്തം കാലിൽ വീണ്ടും നിൽക്കുന്നതുവരെ നിങ്ങളുടെ ദാരിദ്ര്യം ഒരു രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. 2. സമ്പാദ്യത്തിന്റെ അളവ് വെളിപ്പെടുത്തരുത്. നിങ്ങൾ എത്രത്തോളം പണം സമ്പാദിക്കുന്നുവെന്നോ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നോ ആരോടും വെളിപ്പെടുത്തരുത്. ആചാര്യ ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ധനധാന്യ പ്രയോഗേഷു വിദ്യാസംഗ്രഹണേഷു ച ആഹാരേ വ്യവഹാരേ ച ത്യക്തലജ്ജഃ സുഖീ ഭവേത്. അതായത്, പണത്തിന്റെ ഇടപാടുകളിൽ ലജ്ജയുപേക്ഷിക്കണം എന്നു പറയുമ്പോഴും സമ്പാദ്യത്തിന്റെ അളവ് രഹസ്യമായിരിക്കണം. സമ്പാദ്യം വെളിപ്പെടുത്തുന്നത് അനാവശ്യമായ ശത്രുക്കളെയും അസൂയാലുക്കളെയും നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നറിയുമ്പോൾ ബന്ധുക്കൾ അനാവശ്യ കടങ്ങൾ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. പണം നൽകാൻ വിസമ്മതിച്ചാൽ അത് ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകും. നിങ്ങളുടെ വരുമാനമറിയുന്നവർ നിങ്ങളുടെ ജീവിതശൈലിയെ നിരന്തരം നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യും. പണം ഒരു കവചമാണ്. ആ കവചം എപ്പോഴും മറച്ചുപിടിക്കുന്നതാണ് സുരക്ഷിതം. ധനമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നത് വഞ്ചകരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കും. നിങ്ങളുടെ നിക്ഷേപങ്ങൾ രഹസ്യമായിരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നു. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കേണ്ടത് നിങ്ങളുടെ പണം കണ്ടല്ല, നിങ്ങളുടെ വ്യക്തിത്വം കണ്ടാവണം. സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത് വിനയത്തെ ഇല്ലാതാക്കുകയും അഹങ്കാരം വളർത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ലാഭവിഹിതം ആരുമറിയാത്ത ഒരു നിഗൂഢമായ ഒരു സത്യമായി തുടരട്ടെ. 3. പദ്ധതികൾ പൂർത്തിയാകും വരെ മൗനം പാലിക്കുക. ഒരു പുതിയ സംരംഭം തുടങ്ങാനോ വീട് വയ്ക്കാനോ വലിയൊരു നിക്ഷേപം നടത്താനോ നിങ്ങൾ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാകുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുക. മറ്റുള്ളവരോട് നിങ്ങളുടെ പ്ലാനുകൾ പറയുമ്പോൾ അവരതിലെ നെഗറ്റീവ് വശങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ മോഷ്ടിക്കാനും അതിലൂടെ ലാഭം കൊയ്യാനും സാധ്യതയുണ്ട്. ഒരു ലക്ഷ്യം നേടുന്നതിനു മുൻപ് അത് പറഞ്ഞു നടക്കുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രത കുറയ്ക്കും. നിങ്ങളുടെ വിജയം കാണാൻ ആഗ്രഹിക്കാത്തവർ നിങ്ങളുടെ പദ്ധതികളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. നിശബ്ദനായി പ്രവർത്തിക്കുക, വിജയം ശബ്ദിക്കട്ടെ എന്ന തത്വമാണ് ഇവിടെ പാലിക്കേണ്ടത്. പദ്ധതികൾ പാളിപ്പോയാൽ അത് ബന്ധുക്കൾക്കിടയിൽ വലിയ പരിഹാസത്തിന് കാരണമാകും. ലക്ഷ്യം കൈവരിക്കുന്നതുവരെ മൗനം പാലിക്കുന്നത് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ശത്രുക്കൾക്കോ ബന്ധുക്കൾക്കോ ഊഹിക്കാൻ കഴിയരുത്. വിജയത്തിന്റെ അവസാന ഘട്ടം വരെ നിങ്ങളുടെ തന്ത്രങ്ങൾ രഹസ്യമായിരിക്കണം. പ്രവൃത്തി പൂർത്തിയാക്കി ഫലം ലോകത്തിനു മുന്നിലെത്തുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുക. 4. പണത്തിന്റെ ഉപയോഗവും മിതവ്യയവും. സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അതെങ്ങനെ ചിലവാക്കുന്നു എന്നതിലാണ് എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അത്യന്തകോപോ കടുകാച്ച വാണി ദാരിദ്ര്യദാച്ച സ്വജനൈഷ്ട വൈരം. ഈ ശ്ലോകം പണത്തിന്റെ വിവേചനപരമായ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അനാവശ്യ ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നത് ദാരിദ്ര്യത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. പണം ചെലവാക്കുന്നതിൽ കൃത്യമായൊരു പ്ലാനിംഗ് നിങ്ങൾക്കുണ്ടായിരിക്കണം.
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം വില കൂടിയ വസ്തുക്കൾ വാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. ഒരു കുളത്തിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീത്തയാകും, എന്നാൽ അത് ശരിയായ രീതിയിൽ ഒഴുക്കിവിടുകയും വേണം. പണം നിക്ഷേപങ്ങൾക്കായി ഉപയോഗിക്കണം, അല്ലാതെ വെറുതെ ധൂർത്തടിക്കരുത്. മിതവ്യയം ശീലിക്കുന്നവർക്ക് മാത്രമേ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നത് നിങ്ങളുടെ മാത്രം രഹസ്യമായിരിക്കട്ടെ. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നത് വഴി നിങ്ങൾ ഭാവിയിലേക്കുള്ള സമ്പത്ത് നിർമ്മിക്കുകയാണ്. സമ്പത്ത് വരുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അത് ദുരുപയോഗം ചെയ്താൽ ദേവി കോപിക്കും. സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരാൾ എത്ര സമ്പാദിച്ചാലും അവസാനം ദരിദ്രനായി തന്നെ തുടരും. അഞ്ചാമതായി, ദാനധർമ്മങ്ങളിലെ രഹസ്യാത്മകത. ചാണക്യൻ ദാനധർമ്മങ്ങളെ വലിയ പുണ്യമായി കണ്ടു, എന്നാൽ അത് പരസ്യമാക്കുന്നത് അദ്ദേഹം എതിർത്തു. നിങ്ങൾ നൽകുന്ന ദാനം വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത്. ദാനം ചെയ്യുന്നത് പ്രശസ്തിക്കോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാനോ ഒന്നുമല്ല. നിങ്ങൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ബന്ധുക്കളോട് പറയുന്നത് നിങ്ങളുടെ അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രശസ്തിക്കു വേണ്ടി ചെയ്യുന്ന ദാനം അതിന്റെ ആത്മീയമായ ഗുണം നഷ്ടപ്പെടുത്തുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നിങ്ങളുടെ കടമയാണ്. അത് വലിയൊരു കാര്യമായി കൊട്ടിഘോഷിക്കരുത്. നിങ്ങളുടെ കാരുണ്യപ്രവർത്തികൾ രഹസ്യമായിരിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സമാധാനം നൽകും. ലക്ഷ്മീദേവി അഹങ്കാരികളുടെ അടുത്ത് അധികകാലം നിൽക്കില്ല എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാകാൻ പണം ചെലവാക്കുന്നത് യഥാർത്ഥ ദാനമല്ല. രഹസ്യമായി ചെയ്യുന്ന ദാനത്തിന് ഫലം 10 മടങ്ങായിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ നന്മകൾ ലോകമറിയേണ്ടതില്ല, അതനുഭവിക്കുന്നവർ അറിഞ്ഞാൽ മതി. ആറാമതായി, കുടുംബതർക്കങ്ങൾ വീട്ടിന് പുറത്തെത്തരുത്. ഓരോ കുടുംബത്തിലും സാമ്പത്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സ്വത്തുതർക്കമോ സാമ്പത്തിക ഇടപാടുകളോ സംബന്ധിച്ച കാര്യങ്ങൾ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലൊതുങ്ങണം. നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക വിള്ളലുകൾ ബന്ധുക്കൾ അറിഞ്ഞാൽ അവരത് മുതലെടുക്കാൻ ശ്രമിക്കും. പുറത്തുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കാൻ ഈ അവസരം ഉപയോഗിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുമ്പോൾ അത് നിങ്ങളുടെ അന്തസ്സിനെ ബാധിക്കും. സാമ്പത്തിക തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക. അത് നാട്ടുകാരെ അറിയിക്കരുത്. ബന്ധുക്കൾ ഉപദേശകരായി വന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക ഇടപാടുകൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരുന്നത് പുറം ലോകമറിയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെയും പ്രൊഫഷണൽ ജീവിതത്തെയും പോലും ബാധിക്കാം. വീട്ടിനുള്ളിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നവർ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ്. ഐക്യമുള്ള കുടുംബത്തിന് മാത്രമേ സമ്പത്ത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അവസാനമായി, ചതിക്കപ്പെട്ട വിവരം സ്വയം സൂക്ഷിക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറയരുത്. നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഒരു വിഡ്ഢിയായിട്ടാകും കാണുക. സഹതാപത്തേക്കാൾ ഉപരിയായി നിങ്ങളുടെ ബുദ്ധിശൂന്യതയെ അവർ പരിഹസിക്കും. ഭാവിയിൽ നിങ്ങളുമായി ബിസിനസ്സു ചെയ്യാനോ പണമിടപാടുകൾ നടത്താനോ ആളുകൾ ഭയപ്പെടും. നിങ്ങളുടെ പരാജയം മറ്റുള്ളവർക്കൊരു സംസാരവിഷയമായി മാറാൻ അനുവദിക്കരുത്. ആ തെറ്റിൽ നിന്ന് പാഠം പഠിക്കുക, പക്ഷേ ആ പാഠം ലോകത്തോട് വിളിച്ചു പറയേണ്ടതില്ല. ചതിച്ചവനെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുക, അല്ലാതെ കരഞ്ഞു നടക്കരുത്. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇത്തരം വാർത്തകൾ കാരണമാകും. പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കാത്തവൻ എന്ന് സമൂഹം നിങ്ങളെ മുദ്രകുത്തും. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജം ആ രഹസ്യത്തിൽ നിന്ന് കണ്ടെത്തുക. പരാജയങ്ങളെ നിശബ്ദമായി അതിജീവിക്കുന്നവനാണ് യഥാർത്ഥ ചാണക്യൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ 7 രഹസ്യങ്ങൾ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് ജീവിത വിജയത്തിനുള്ള പ്രായോഗിക തത്വങ്ങളാണ്. പണമെന്നത് വെറും കടലാസല്ല, അത് അധികാരമാണ്, സുരക്ഷയാണ്, അന്തസ്സാണ്. യസ്യാസ്തി വിത്തം സ നരഃ കുലീനഃ സ പണ്ഡിതഃ സ ശ്രുതവാൻ ഗുണജ്ഞഃ. അതായത്, ആരുടെ കയ്യിലാണോ പണമുള്ളത് അവനെയാണ് ലോകം പണ്ഡിതനായും ഗുണവാനായും കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക. ചാണക്യ വിഷനിലൂടെ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.